ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോയെന്ന്. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ രാവിലെ തന്നെ എണീച്ചിട്ട് ഞാനിതാ ഇവിടെ പല്ലേക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഉമ്മാൻ്റെ മാക്സ് ഇട്ട് കണ്ടാണ് കിടന്നുറങ്ങി. എന്തായാലും മാക്സ് ഇടുമ്പോൾ നല്ല സുഖമാണ്. ആർക്കെങ്കിലും അത് അറിയോ? അങ്ങനെ നിങ്ങൾ ചെയ്യാറുണ്ടോ ഗൈസ്? ഉമ്മാൻ്റെ മാക്സ് ഇട്ട് കിടക്കാൻ ഭയങ്കര സുഖമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ എണീച്ച ഉടനെ ഞാൻ ഇന്നത്തെ എല്ലാ വീഡിയോസും എല്ലാ വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ എണീച്ചിട്ടുള്ളത്. പല്ലൊക്കെ തേച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം കുടിച്ചിട്ടോ. വെള്ളം കുടിക്കാണ്ട് പിന്നെ ഒരു ദിവസത്തിനൊരു ഉണർവ് വേണ്ടേ. അപ്പം അങ്ങനെ ഞാൻ വെള്ളമൊക്കെ കുടിച്ച് ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് രാവിലെ എണീച്ച ഉടനെ ഫസ്റ്റ് ചെയ്യാറ്? പിന്നെ ഇനി ഞാൻ രാവിലെ ചെയ്യാറ് പോപ്പിനെ സെറ്റാക്കാലാട്ടാ. അപ്പോൾ ഓൾക്കുള്ള ഫുഡും ഒക്കെ വെച്ച് കൊടുത്തിട്ടാണ് പിന്നെ ബാക്കി പുറത്തൊക്കെ വിട്ടിട്ട് അങ്ങനെയാട്ടോ നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഇതാണ് ഓളുടെ ഫേവറേറ്റ് ഫുഡായിട്ടുള്ള സംഭവം. ഇതൊക്കെ ഓളുടെ ഫുഡിൻ്റെ ട്രേ ഒക്കെ കടിച്ച് പൊട്ടിച്ച് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പം അത് കൊണ്ടുവച്ചപ്പോഴാട്ടെ ഈ വടി കണ്ടത്. ഇത് ഈറ്റാണ് എൻ്റെ അമ്മ ഞങ്ങളെല്ലാവരും അടിച്ചല്. അപ്പോൾ രാവിലെ തന്നെ എന്തെങ്കിലും പണി ഒപ്പിച്ചണ്ടേ. അപ്പോൾ ആ ഒപ്പിച്ചതിൻ്റെ കൂട്ടത്തിൽ ഇവളുടെ ഫസ്റ്റ് ഡേ ഓഫ് ദ പണി പറയുന്നത് ഇതാണ് കേട്ടാ. ഉള്ള എണ്ണ മൊത്തം റൂമിൽ നല്ലത് ചിന്തിനോട്. അങ്ങനെ പിന്നെ ഒന്ന് കുളിച്ചിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ദോശയും സാമ്പാറും പിന്നെ ചട്നിയാണ് കേട്ടോ ഇവിടെ സ്പെഷ്യലായിട്ടുള്ളത്. അപ്പോൾ അതും കൂട്ടിയിട്ട് ഇങ്ങനെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് റെഡി വെച്ചിരിക്കുകയാണ്. അവിടെ എന്തായിരുന്നു ഗൈസ് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത്? ദോശ സാമ്പാർ. നമ്മൾ ദോശ ചട്നി. നമുക്ക് ദോശ സാമ്പാർ ചട്നി. പിന്നെ പുറത്തുനിന്ന് ഉപ്പ മറ്റേ ബോണ്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് മറ്റേ ഈത്തപ്പ ഉള്ളിലിട്ട് എന്താണ് അതിന് പറയുക? ഇത് കറിയട്ട ഗൈസ്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഉപ്പാൻ്റെ കടിയത്ത് ബോണ്ട ഭയങ്കര ഇഷ്ടമാണ്. അതും ഇന്ന് ഉപ്പ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു ബോണ്ട പോലത്തെ ഈത്തപ്പ ഇട്ടിട്ടുള്ളൊരു സംഭവമാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ 2 എണ്ണം കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ എന്തായാലും കഴിക്കണ്ടേ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ലൈവ് എടുത്തിട്ടുണ്ടായിരുന്നു. ലൈവ് കുറച്ച് സമയം ഉണ്ടായി. അപ്പം അങ്ങനെ ലൈവൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു കുളിച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ. ലൈവൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ എന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അത് കാണാലോ. അപ്പോൾ ഇന്ന് ഇവിടെ മീൻ കറിയും പിന്നെ മത്തി പൊരിച്ചതും പിന്നെ ഞാൻ പറഞ്ഞല്ലോ നെല്ലിക്ക ഉപ്പിലിട്ടതും മാങ്ങ ഉപ്പിലിട്ടതും ഉള്ളി ഉപ്പിലിട്ടതും ഒരുമിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പല വക ഉപ്പിലിട്ടത് അങ്ങനെ പറയാം നമുക്ക്. അപ്പോൾ അതും കൂട്ടിയിട്ട് ഞാൻ ഫുഡ് അടിച്ചിട്ടാ. അപ്പം നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് മത്തി പൊരിച്ച് ഓക്കെ കുഴപ്പമില്ലാണ്ട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? ഫിഷ് കറിയൊക്കെ ഇഷ്ടമാണോ? അപ്പോൾ വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ ഇന്ന്. ബട്ട് എന്താ പറയുക, ഞാൻ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ്. ഇപ്പം പറഞ്ഞു നമുക്ക് ചിക്കനും ഇതൊക്കെ ഒന്ന് കുറച്ച് ദിവസത്തിന് ഒഴിവാക്കാമെന്ന്. കാരണം ഈ ഡേറ്റ് ഭയങ്കരമായിട്ട് ചിക്കനും ഇതൊക്കെ കൊണ്ടുവരൽ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ മത്തിക്കറിയാണ്. നല്ല ഫ്രഷ് മത്തിയായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പ് വന്നു. അപ്പോൾ ഉപ്പ് വന്നതാണെങ്കിലോ ഈ സാമ്പാറായിട്ടാണ് കേട്ടോ.
അപ്പോൾ എന്താണ് ബ്രോ, എന്താല്ലേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇപ്പോൾ സംഭാരമായിട്ട് വന്നത്. അപ്പോൾ ഓരെല്ലാവരും അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നേരത്തെയാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ സംഭാരം കുടിച്ച് കഴിഞ്ഞു. പിന്നെ കുറച്ച് സമയമൊക്കെ കിടന്ന് അങ്ങനെ കഴിഞ്ഞ ശേഷം 4 മണിയായി. ആ 4 മണിക്ക് ആണ് ഇവർക്ക് മദ്രസക്ക് പോകേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ മദ്രസക്ക് പോകാനുള്ള പ്രിപ്പറേഷനാണ്. നമ്മളെ കാൽസ്യത്തിൻ്റെ കുറവേ അത് എന്താണ് ഹിറ്റടിച്ചാൻ തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിലൊക്കെ ബാമൊക്കെ തേച്ചിട്ട് പിന്നെ ഇവരെ കൊണ്ടുപോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലെഗ് പെയിനാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ നടന്നിട്ടാട്ടോ പോവാറുള്ളത്. ബൈക്ക് ഇപ്പോൾ ചെറുതായിട്ടൊരു പ്രോബ്ലം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മദ്രസക്ക് കൊണ്ടാക്കിയൊക്കെ കൊടുത്ത് പിന്നെ ബത്തക്ക ഉണ്ടായിട്ട് ബത്തക്ക ഞാൻ തിന്നു. ബത്തക്കൻ്റെ നല്ല ടേസ്റ്റി ബത്തക്കേനും എന്താണ് കളറില്ലെങ്കിൽ നല്ല മധുരമുണ്ട് ബത്തക്കയും. പിന്നെ സൈഡിൽ മാങ്ങേൻ്റെ അണ്ടി ഒരു പാത്രത്തിൽ കാണില്ലേ, ആ മാങ്ങയും തിന്നു കേട്ടോ ഞാൻ. അപ്പോൾ അങ്ങനെ ബത്തക്കയും മാങ്ങയും ഒക്കെ തിന്നുകാണ്ട് എന്താണ് ഫ്രൂട്ടല്ലേ, അപ്പോൾ ഫ്രൂട്ടൊക്കെ കഴിച്ചു കേട്ടോ ഞാൻ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു മദ്രസയിൽ നിന്നൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ മദ്രസയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് കുറച്ചായപ്പോൾ ഞാൻ വിചാരിച്ചു നീ ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഷോർട്സിലൊക്കെ. ഇവിടെ നിന്നാണ് ഇട്ടാ ഗൈസ് ഞാൻ എന്ത് ചെയ്യല് ഷോർട്സൊക്കെ എടുക്കാറുള്ളത്. ഈ ഒരു സ്റ്റെപ്പുമ്പോൾ നിന്നാണ് ഞാൻ ഷോർട്സൊക്കെ എടുക്കാറുള്ളത് അധികം. അപ്പോൾ എന്താ പറയുക നമ്മളുടെ ഒരു ഇതാണ് ഒരു വീഡിയോസൊക്കെ ഏറ്റവും കൂടുതൽ എടുത്തൊരു സ്ഥലമാണ് ഇവിടെ. പിന്നെ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഞാൻ ലൈവ് എടുക്കുക. ഇതിൻ്റെ ഇപ്പുറം ഞാൻ കസാലിട്ടിരിക്കും, എന്നിട്ട് ഫോൺ സ്റ്റാൻഡുമ്പോൾ വെച്ചിട്ട് എന്ത് ചെയ്യും ലൈവ് എടുക്കും കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്പ് എൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയിലോട്ടുള്ള ഒരു സ്റ്റെപ്പാണെന്ന് വേണമെങ്കിലും പറയാം കേട്ടോ നമുക്ക്. പിന്നെ ഈ ഒരു മുറ്റം ഇവിടെ നിന്നും ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ കുറേ വീഡിയോസ് ഡാൻസ് ആയാലും അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു മുറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പും ഈ ഒരു മുറ്റമൊക്കെ എന്താണ് എൻ്റെ ഉയർച്ചയിലോട്ടുള്ളൊരു ഒരു ഇതാണ് നമുക്ക് പറയാട്ടെ. ഇവിടെ നിന്നൊക്കെ ഞാൻ വീഡിയോസ് ഏറ്റവും കൂടുതൽ എടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ഡാൻസ് ഷോട്ട് പിന്നെ കുറേ കോമഡി ഷോട്ട്സൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം ഇവിടെ വന്നപ്പോൾ ഇതിൽ പൂക്കളൊക്കെ ഉണ്ടായിട്ടോ, മറ്റേ മഞ്ഞ കോളാമ്പി പൂവില്ലേ, ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ പ്രൊഫൈലിൽ വെച്ചത് ആ ഒരു പൂവ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്താ പറയുക ഇപ്പോൾ ഇതിലൊന്നും പൂവൊന്നും വരുന്നില്ല. ആൻഡ് ഞങ്ങൾ അവിടെ ഒരു കണിക്കൊന്നൻ്റെ ചെടിയുണ്ട് കേട്ടോ. ആ ഒരു കണിക്കൊന്നയാണ് പൂവ്, നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ കുഞ്ഞു വീട്. ഞങ്ങൾ ഇവിടെ ആയിട്ട് നിൽക്കണം. ഞങ്ങൾ ഇനി നാട്ടിലാണ് ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. പക്ഷെ നാട്ടിലാണ് ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ഒക്കെ വീടുള്ളത് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാണിക്കുമെന്ന്, ഞാൻ ചെറുതായിട്ട് കാണിച്ചതാണ് കേട്ടോ. ഇനി ചെറിയ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരും. പിന്നെ ലൈവിൽ ഞാൻ നൈറ്റ് ലൈവ് എടുക്കൂലേ, അത് ഞാൻ ഇവിടുന്നാണ് കേട്ടോ. ഇതാണ് എൻ്റെ ടേബിള്, പെയിൻ്റാണ് കേട്ടോ ടേബിൾ മേലിങ്ങനെ. ഇതെൻ്റെ ഫോൺ സ്റ്റാൻഡാണ്, എൻ്റെ പ്രിയപ്പെട്ട ഫോൺ സ്റ്റാൻഡ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നിന്നാട്ടോ ഞാൻ നൈറ്റ് ലൈവ് എടുക്കാം. കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇടുമോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ഡേ എന്ന് പറയുന്നത്. അധികമൊന്നും ഞാൻ പുറത്തൊന്നും പോവാറില്ല കേട്ടോ. ഇൻഷാല്ലാ ഞാൻ പുറത്തൊക്കെ ഇറങ്ങും. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക കേട്ടോ. ആൻഡ് ഞാൻ രാത്രി 8:40 എപ്പോഴും ലൈവിൽ വരാറുണ്ട്. ആ സമയം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ആയാലും കാണണം. വീഡിയോ ഇഷ്ടമായോ, അഭിപ്രായം അയക്കണേ, ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇനിയും ഡാൻസ് അങ്ങനത്തെ കോമഡി അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ആയിട്ട് ഞാൻ വരും കേട്ടോ. അതുവരേക്കും സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺഡ്. ബൈ.